800 റാങ്കിനുള്ളിലുള്ളവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു ഗവൺമെന്റ് MBBS സീറ്റ് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ തവണ 21,600 ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ ഇത്തവണ 24,188 തന്നെ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ, അതായത് കേരള റാങ്ക് ഒരു 460-നുള്ളിലുള്ള കുട്ടികൾക്കാണ് ഓൾ ഇന്ത്യ കോട്ട വഴി കേരളത്തിലെ MBBS സീറ്റുകൾ കിട്ടിയത്. അതായത് ഓൾ ഇന്ത്യ റാങ്ക് 5,700. എന്നാൽ കേരളത്തിൽ സാധ്യത അതിലും കൂടുതലാണെന്ന് പറയാം. കാരണം 700 റാങ്കിനുള്ളിൽ തന്നെ അപ്പോൾ ഒരു 24,000 ഓൾ ഇന്ത്യ റാങ്കുകാർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് MBBS സീറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഹലോ ഡിയേഴ്സ്, ദിസ് ഇസ് ഏഞ്ചൽ ഫ്രം മാർക്കിനെക്സ്. സോ ഓൾ ഇന്ത്യയുടെ ആദ്യ അലോട്ട്മെന്റും കേരളയുടെ ആദ്യ പ്രൊവിഷണൽ അലോട്ട്മെന്റും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കേരളത്തിലും ഓൾ ഇന്ത്യ തലത്തിലും ഒക്കെയുള്ള നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓൾ ഇന്ത്യ കിട്ടിയ കുട്ടികൾ അവിടെ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഒരു തീരുമാനത്തിലെത്തുക. യെസ്, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ പോസിബിലിറ്റീസ് റഫായിട്ട് നമുക്കൊന്ന് നോക്കാം. അതും കൂടെ നോക്കിയ ശേഷം നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറി ഇത്തവണ 697 റാങ്കിന് വരെയാണ് ആദ്യ അലോട്ട്മെന്റ് കിട്ടിയത്. കഴിഞ്ഞ തവണ 746 അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ കഴിഞ്ഞ തവണ 900 റേഞ്ചുകാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു 894 വരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു 800 റാങ്കിനുള്ള ആളുകൾക്ക്, നിങ്ങളൊരു 800 റാങ്കിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് MBBS സീറ്റ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. യെസ്, ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 1568 ഇത്തവണ 1627 വരെ കിട്ടി. മക്കളെ, കഴിഞ്ഞ തവണ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ 2000 റാങ്കുകാർക്ക്, അതായത് ഏകദേശം 500 റാങ്കിനോളം മുന്നിലേക്ക് കിട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 2000 റാങ്കിനുള്ളിലുള്ളവരെ ഇത്തവണയും സേഫ് ആയിരിക്കും എന്ന് നമുക്ക് കരുതാം. സെക്കൻഡ് അലോട്ട്മെന്റിൽ തന്നെ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മുസ്ലിം കാറ്റഗറി 1012 കഴിഞ്ഞ തവണ ആദ്യ അലോട്ട്മെന്റിൽ കിട്ടുന്നത്. ഇത്തവണ അത് 916 ഒരു 100 റാങ്കിന്റെ ഡിഫറൻസ് ആണ് ഏകദേശം വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ മുസ്ലിം കാറ്റഗറിക്ക് 200 റാങ്കിലൂടെ മുന്നിലേക്ക് വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 1100 റാങ്കുകാർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പ്രതീക്ഷിക്കാം. യെസ്, LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 3014 കിട്ടിയത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ. സെക്കൻഡ് അലോട്ട്മെന്റിൽ 3050, ഒരു 35 ഒരു റാങ്കേ മുന്നിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തവണ 3296 കിട്ടി ആദ്യ അലോട്ട്മെന്റിൽ തന്നെ. ചിലപ്പോൾ ഏകദേശം ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ്. വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. DV കാറ്റഗറി ആദ്യ അലോട്ട്മെന്റിലും രണ്ടാമത്തെ അലോട്ട്മെന്റിലും ഒരേ റാങ്കുകാർക്കാണ് കിട്ടിയത്. അപ്പൊ ഇത്തവണ 6514 ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചില സിറ്റുവേഷൻസിൽ കുട്ടികൾ, ആ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾ ഓൾ ഇന്ത്യയിൽ സീറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ്, വെറ്റിനറി ഒപ്റ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ മാത്രമാണ് നമുക്കൊരു വളരെ വലിയൊരു പോസിബിലിറ്റി ഉള്ളത്. അല്ലെങ്കിൽ ഏകദേശം ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും വരിക. VK 2100 കഴിഞ്ഞ തവണ ആദ്യ അലോട്ട്മെന്റിലും. അതേ റാങ്കുകാർക്ക് തന്നെയാണ് ഏകദേശം രണ്ടാമത്തെ അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ VKയുടെ ഇത്തവണത്തെ ക്ലോസിംഗ് 2556 അപ്പൊ 2600 തന്നെയായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രതീക്ഷകൾ, കണക്കുകൂട്ടലുകൾ മാത്രമാണ് കേട്ടോ. ബാക്ക്വേർഡ് ഹിന്ദു 2082 ആദ്യ അലോട്ട്മെന്റിൽ കഴിഞ്ഞ തവണ. 2225 രണ്ടാമത്തെ അലോട്ട്മെന്റിൽ കിട്ടി. ഇത്തവണ 1902 മാത്രമാണ് ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചത്. ഇത്തവണയും 2000-നുള്ളിൽ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിലും നമ്മൾ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നത്. ഗവൺമെന്റ് MBBS സീറ്റാണ്. യെസ്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 2682 കഴിഞ്ഞ തവണ ആദ്യ അലോട്ട്മെന്റ് ലഭിക്കുന്നത്. ഇത്തവണ ഏകദേശം സെയിം 8 റാങ്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. 2674 വരെ ഇത്തവണ ആദ്യ അലോട്ട്മെന്റിൽ ലഭിച്ചു. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് 4000 റാങ്കിന് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചു. ആ ഒരു ഭാഗ്യം ഇത്തവണ നമുക്ക് കിട്ടുമോ എന്നറിയില്ല. കഴിഞ്ഞ തവണ 2600 തന്നെയാണ് ആദ്യ അലോട്ട്മെന്റ്. പക്ഷെ രണ്ടാമത്തെ അലോട്ട്മെന്റ് ആയപ്പോഴേക്കും 4000 റാങ്കിന് ലഭിച്ചു. ആ ഒരു കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കത് തന്നെ ലഭിക്കും. KN 9950 ആ റേഞ്ചിൽ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റ്. അതായത് ചില കാറ്റഗറീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യ അലോട്ട്മെന്റിൽ വന്ന ഏകദേശം അതേ ക്ലോസിംഗ് റാങ്ക് തന്നെയാണ് രണ്ടാമത്തെ അലോട്ട്മെന്റിൽ. ഒരുപാട് റാങ്കുകാർക്ക് മുന്നിലേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. യെസ്, അങ്ങനെയാണെങ്കിൽ ഇത്തവണ 9811 ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്. KU കാറ്റഗറി 14423 കഴിഞ്ഞ തവണ ആദ്യ അലോട്ട്മെന്റ് ലഭിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോഴും ഏകദേശം അതേ റാങ്ക് തന്നെയാണ്. അപ്പൊ മാറ്റം വന്നിട്ടില്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ. അപ്പൊ ഇത്തവണ 20,214 വരെ കിട്ടിക്കഴിഞ്ഞു ആദ്യ അലോട്ട്മെന്റ് തന്നെ. സെക്കൻഡ് അലോട്ട്മെന്റിലും ഏകദേശം അതേ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വളരെ വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യത കുറവാണ്.
SC കാറ്റഗറി കഴിഞ്ഞ തവണ 13,713 ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചു, 14,338 രണ്ടാമത്തെ അലോട്ട്മെന്റ് ലഭിച്ചു. ഇത്തവണ 14,160 തന്നെ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞു. മക്കളെ, ഇത്തവണത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഫസ്റ്റ് പ്രൊഫഷണൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരുന്നു അല്ലെ. ആ സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾ അവരുടെ സാധ്യത മനസ്സിലാക്കി. പല കാറ്റഗറിക്കും റാങ്ക് മാറിയിട്ടില്ല. അപ്പോൾ പല കാറ്റഗറിയിലും റാങ്കിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അവരുടെ സാധ്യത മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു. അതുകൊണ്ട് അവരതനുസരിച്ചായിരിക്കും റീഅറേഞ്ച്മെന്റും ഡിലീഷനും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നടത്തിയത്. ഇനി ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല അല്ലെ. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും ഇല്ല. എന്നാൽ കൂടി വളരെ വലിയൊരു മാറ്റം നമ്മൾ സെക്കൻഡിലും തേർഡിലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നാലും പ്രതീക്ഷകളുണ്ട്, സാധ്യതകളുണ്ട്. കാരണം ഓൾ ഇന്ത്യയും വെറ്റിനറിയും വേറെ ഒരുപാട് ആയുർവേദം, ഹോമിയോ തുടങ്ങി നിരവധി കോഴ്സുകൾ വരാനുണ്ട്. യെസ്, SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 21,600 കഴിഞ്ഞ തവണ ആദ്യ അലോട്ട്മെന്റിൽ, 21,700 സെക്കൻഡ് അലോട്ട്മെന്റ്. വെറും 100 റാങ്കിന് മാത്രമാണ് കൂടുതൽ കിട്ടിയത് സെക്കൻഡ് വന്നപ്പോൾ. ഇത്തവണ 24,188 റാങ്കിന് തന്നെ ആദ്യ അലോട്ട്മെന്റിൽ കിട്ടി. വളരെ വലിയ സന്തോഷമാണ് അല്ലെ. യെസ്, അപ്പൊ ഒരു 25,000 തന്നെയാണ് സെക്കൻഡും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇക്കണോമിക്കലി വീക്കർ സെഷൻ കഴിഞ്ഞ തവണ 3,059 ആദ്യ അലോട്ട്മെന്റ്, രണ്ടാമത്തെ അലോട്ട്മെന്റ് 3,142. ഒരു 100 റാങ്കിന്റെ ഡിഫറൻസേ ഉള്ളൂ. ഇത്തവണ എങ്ങനെയാണെങ്കിൽ 2,842 ആദ്യ അലോട്ട്മെന്റ്. ചിലപ്പോൾ അത് കുറച്ചും കൂടി മുന്നിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് കേരളത്തിന്റെ ഒരു ക്ലോസിംഗ് റാങ്ക് ഒക്കെ വന്നിരിക്കുന്നത്. ഇനി ഓൾ ഇന്ത്യയുടെ 15% സീറ്റിലൂടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ആദ്യ അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്കും എന്ത് ചെയ്യാം? അതായത് കേരള അലോട്ട്മെന്റിന്റെ പ്രത്യേകത, ഒരു തവണ നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ അത് റീഅറേഞ്ച്, അത് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു അവസരവുമില്ല. പുതിയത് ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഒരു മെഡിക്കൽ കോളേജും കൂടി ആഡ് ചെയ്യണം പറ്റുമോ? ഇല്ല. ഗവൺമെന്റ് പുതിയൊരു സീറ്റ് അനുവദിക്കുന്നവരെ നിങ്ങൾക്ക് പുതുതായിട്ട് അഡീഷൻ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഓൾ ഇന്ത്യ അങ്ങനല്ല. കേരളയിൽ വെക്കാത്ത ഓൾ ഇന്ത്യ ഫസ്റ്റ് റൗണ്ടിൽ വെക്കാത്ത കുട്ടികൾക്കും ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്താം, പുതിയ ചോയ്സ് ലോക്കിംഗ് നടത്താം, പുതിയ ചോയ്സ് ഫില്ലിംഗ് നടത്തി ലോക്കിംഗ് നടത്താം. പുതിയ ചോയ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാതിരി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓൾ ഇന്ത്യയിൽ ഒരു വളരെ വലിയ അവസരം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഈ ഒരു നിങ്ങളുടെ ഇപ്പൊ കിട്ടിയ ഈ ക്ലോസിംഗ് റാങ്ക് ഒക്കെ അനലൈസ് ചെയ്തിട്ട് എത്രമാത്രമാണ് സാധ്യത ഓൾ ഇന്ത്യയിൽ കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക. യെസ്, ഇനി ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് ഏകദേശം 5,700 അടുപ്പിച്ചായിരുന്നു ഓൾ ഇന്ത്യയിൽ. അത് വന്നിരിക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിലാണ്. അതായത് കേരളത്തിലെ 12 മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട വഴിയാ. അവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് ഇനി ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് വരുമ്പോഴും നിങ്ങൾക്ക് ഈ കോളേജുകളിലേക്ക് ഓൾ ഇന്ത്യ ത്രൂ അപ്ലൈ ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കേരള റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് തന്നെ 5,700. ഓൾ ഇന്ത്യ റാങ്ക് 5,700 ഒക്കെ വരുന്ന കുട്ടികളുടെ കേരള റാങ്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 470, 460 ഒക്കെയാണ്. അപ്പൊ ആ ഒരു റേഞ്ചിൽ മാത്രമാണ് ഓൾ ഇന്ത്യ കോട്ട വഴി സീറ്റ് ലഭിച്ചത്. എന്നാൽ കേരളത്തിൽ അതിലും കൂടുതൽ സാധ്യതകളാണെന്ന് പറയാം. കാരണം 700 റാങ്കിനുള്ളിൽ വന്നവർക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓൾ ഇന്ത്യ റാങ്ക് 5,700 എന്നൊക്കെ പറയുന്ന കുട്ടിയുടെ കേരളത്തിലെ റാങ്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 400, 450 ഒക്കെ ഉള്ളൂ. 400, 450 ഒക്കെ ഉണ്ട്. അത്രയും വേണം. അതിലും ഈസി ആയിട്ട് നമുക്ക് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം 800 റാങ്കിനുള്ളിൽ തന്നെ ആദ്യ അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്പൺ കാറ്റഗറി. OBC കാറ്റഗറി ഏകദേശം 6,400 തന്നെയാണ് ക്ലോസിംഗ് റാങ്ക് ഓൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ വഴിയുള്ള കേരളത്തിലെ കോളേജിൽ വന്നിരിക്കുന്നത്. അതേപോലെ ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 1,24,000. കോന്നിയിൽ ഏകദേശം 1,24,000 ST കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കേരള റാങ്ക് നോക്കുകയാണെങ്കിൽ ST കാറ്റഗറി 24,188 കേരളത്തിൽ കിട്ടി. അപ്പൊ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് അതിലും എനിക്ക് തോന്നുന്നു പ്രയാസമാണ് കേരളത്തിൽ ലഭിക്കാൻ വേണ്ടി. ഓൾ ഇന്ത്യ കോട്ട വഴി കയറാൻ കേരളത്തിൽ കിട്ടുന്നതിലും ബുദ്ധിമുട്ടാണ്. യെസ്, ഓക്കെ. ആൻഡ് ഇനി നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു ഓരോന്നിന്റെയും ക്ലോസിംഗ് റാങ്ക്. ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള സാധ്യത നോക്കാം. കേരളത്തിലെ സാധ്യത വേണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കിന് അവിടെ ഒരു MBBS സീറ്റ് ലഭിക്കാൻ വളരെ പ്രയാസം തോന്നുന്നു. നിങ്ങളുടെ മുന്നിൽ ഇനി എന്ത് അവസരമുണ്ട്? ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ രണ്ടാം ഘട്ടം
സെക്കൻഡ് റൗണ്ടിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും കർണാടകയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും അങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ഒക്കെ 15% സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടും. എയിംസ് കോളേജുകളുണ്ട്, അവിടെ ജിപ്മർ കോളേജുകളുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. കേരളത്തിലെ സാധ്യതകൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവിടെ സാധ്യത കുറവാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൾ ഇന്ത്യ നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ കാറ്റഗറി 21,190 വരെ ആദ്യ അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞു, റൗണ്ട് 1 കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു 3000 റാങ്കും കൂടി എക്സ്ട്രാ രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു 23,000 അല്ലെങ്കിൽ 24,000 റേഞ്ച് ഓൾ ഇന്ത്യ റാങ്ക് വരുന്നവർക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ EWS 25,599 ഈ വർഷം ആദ്യ അലോട്ട്മെന്റ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു 28,000 OBC EWS കാറ്റഗറിയിൽ ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ 28,000 റാങ്കിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ വഴി വേറെ എവിടെയെങ്കിലും തമിഴ്നാട്ടിലോ കർണാടകത്തിലോ അങ്ങനെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. OBC 21,452 ആയിരുന്നു ഈ വർഷത്തെ കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഒരു 3000 റാങ്ക് എക്സ്ട്രാ ഇടാൻ നമുക്കൊരു 24,000 അല്ലെങ്കിൽ 23,000 റാങ്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. SC 1,10,389 ആദ്യ അലോട്ട്മെന്റിൽ SCക്ക് കിട്ടിയത്. അപ്പോൾ ഒരു 1,20,000 റേഞ്ചിൽ അല്ലെങ്കിൽ 30,000 റേഞ്ചിൽ രണ്ടാമത്തെ അലോട്ട്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ST 1,40,625 ഓൾ ഇന്ത്യ റാങ്കിന് ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞു. മക്കളെ, ഇതെന്ന് പറയുന്നത് ഓൾ ഇന്ത്യ വഴിയുള്ള ഓൾ ഇന്ത്യ കോട്ട, അതായത് ഇന്ത്യയിലെ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും മുഴുവൻ സീറ്റിന്റെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓൾ ഇന്ത്യയുടെ റൗണ്ട് 2 രണ്ടാമത്തെ റൗണ്ടിൽ മക്കൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്താം, ഫീസ് അടച്ച് പുതിയ ചോയ്സുകൾ കൊടുക്കാം. അപ്പോൾ കേരളത്തിലെ സാധ്യതകൾ പരിമിതമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ആ ഒരു വഴി നിങ്ങളുടെ മുന്നിലുണ്ട്. സെക്കൻഡ് റൗണ്ടിലെ സാധ്യതയാണ് പറയുന്നത് റൗണ്ട് 2. പക്ഷെ കേരളത്തിൽ പുതുതായിട്ട് ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ കേരള അലോട്ട്മെന്റിൽ പറ്റത്തില്ല, പക്ഷെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ പറ്റും. ഡിഫറൻസ് മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി ഇനി എന്ത് മൂവ്മെന്റ് ആണ് നടത്തേണ്ടത് എന്നുള്ള ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തുക. റിപ്പീറ്റ് ചെയ്യണോ, അതോ ഈ വർഷം തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു ഗവൺമെന്റ് സെക്ടറിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറോ ഒക്കെ കുറച്ച് ഫീസ് വളരെ അധികം വരുന്നുണ്ട്, ആ ഒരു ഫീസ് നമുക്ക് ഓക്കെ ആണ്, നെഗോഷ്യബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ എടുക്കാൻ സാധിക്കും. എനിവേ, വളരെ ചിന്തിച്ച് യുക്തിപൂർവമായിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.